ഈ അസിഡന്റായിരുന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമല്ലോ. എന്നിട്ട് ഞാനിവിടെ നിന്ന് നേരെ റഷ് കാണാൻ വേണ്ടി എഡിറ്റിങ്ങിന് മദ്രാസിലോട്ട് പോകുമ്പോൾ നേരെ ഞാൻ ഫാത്തിമ ചർച്ചിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് മാതാവെ കണ്ടിന്യൂറ്റി ഒന്നും അടിച്ചേക്കരുത്, കാരണം എഡിറ്ററുടെ വായിരിക്കുന്ന കേൾക്കണം, ഡയറക്ടറുടെ വായിരിക്കുന്ന കേൾക്കണം. അന്നത്തെ കാലത്തൊരു ഈ ട്രാക്ക് പോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫൈനലൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഫൈനൽ, അതായത് പിക്ചറും പോസ്റ്റിംഗ് കൂടെ രണ്ടിതാക്കിയിട്ട് നേരെ ലാബിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ് പിന്നെ പ്രിന്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു ഫർലോങ് ഉണ്ട് ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. ഈ അസിസ്റ്റൻ്റായിട്ട് നമ്മൾ തേർഡ് അസിസ്റ്റൻ്റൊക്കെയാണ്. ഒരു രാജ്യം കീഴടക്കിയ സന്തോഷത്തോടെ ആ റൂമിലോട്ട് നടന്നു വന്നിട്ട് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് റെഫർ ചെയ്യാൻ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും. നമ്മൾ ഇന്റർനാഷണൽ സിനിമകൾ കാണുന്നുണ്ട്, അവിടെ നിന്നുള്ള റെഫറൻസ് നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് ചെന്നൈയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സ്പോഷർ കുറവായിരിക്കില്ലേ? ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സിനിമയുടെ മേക്കിംഗ് ഒക്കെ പഠിച്ചെടുക്കുന്നത്? ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടെ യൂട്യൂബ് വഴി പോലും ട്യൂട്ടോറിയൽസ് കിട്ടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആ ലേണിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളവിടെ ചെല്ലുന്നു, ചാൻസ് ചോദിച്ച് നടക്കുന്നു, ഒരു ഡയറക്ടറുടെ വർക്ക് കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ ദിവസമൊന്നും എടുക്കില്ല. 18-25 ദിവസം കൊണ്ടൊക്കെ ഒരു സിനിമ തരും. അപ്പോൾ ഞാൻ തുളസിദാസ് സാറിനോടായിരുന്നു ചേർന്നത്. ഒരു വർഷം 4 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റ് പ്രൊഡക്ഷൻ മദ്രാസിലായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞ് അസോസിയേറ്റ് ആയിട്ട് പല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നു. പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസാണ്. ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ച് ദുർവ്യയം കൂടുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഈ സൗകര്യങ്ങൾ ശരിക്കും പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആവശ്യത്തിനുള്ള ഷോർട്സ് എടുക്കുക എന്നൊക്കെയുള്ളൊരു കാരണം ഫിലിമാണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ വന്നതോടുകൂടി 360 എടുക്കുകയാണ്. മെറിറ്റ് ഉണ്ടാവാം, ഭയങ്കര ഭംഗിയൊക്കെ വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അധ്വാനം കൂടുതലാണ്, സമയം കൂടുതലാവും. അതേസമയത്ത് ഇപ്പോഴും പ്രിയൻ സാറൊക്കെ എടുക്കുന്നത് എന്ത് ഭംഗിയായിട്ട് എടുക്കുന്നത്, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ എടുക്കുന്നത് തെറ്റല്ല, നമ്മൾ ഏത് രീതിയിൽ നിന്ന് കൊടുക്കുക. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഏത് ഫിലിം മേക്കർക്ക് എങ്ങനെയും മേക്ക് ചെയ്യാം. 360-ലും ഞാൻ അഭിനയിക്കും, കറക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സിനിമയിലും അഭിനയിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ജോണി ചേട്ടൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇന്നിപ്പം നമുക്കൊരു ഒരു സീക്വൻസ് ഫുള്ള് നമുക്ക് എഡിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് റഫ് എഡിറ്റും കാണാൻ പറ്റും സ്പോട്ടിൽ. ഇവർ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കാണുന്നത് മാത്രമല്ല, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ IPS കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറമാന് മാത്രമേ ഫോക്കസും കാര്യങ്ങളും ജഡ്ജുള്ളൂ. പിന്നെ അതിന്റെ റഫ് ഒന്ന് ആലോചിക്കുക, എന്തോ റിസ്ക് ആയിരുന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമല്ലോ. എന്നിട്ട് ഞാനിവിടെ നിന്ന് നേരെ റഷ് കാണാൻ വേണ്ടി എഡിറ്റിങ്ങിന് മദ്രാസിലോട്ട് പോകുമ്പോൾ നേരെ ഞാൻ ഫാത്തിമ ചർച്ചിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് മാതാവെ കണ്ടിന്യൂറ്റി ഒന്നും അടിച്ചേക്കരുത്, കാരണം എഡിറ്ററുടെ വായിരിക്കുന്ന കേൾക്കണം, ഡയറക്ടറുടെ വായിരിക്കുന്ന കേൾക്കണം. ഏതാ ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു കൂടെ. അപ്പം കാര്യം നമുക്ക് ഒരു സ്റ്റില്ല് പോലും കിട്ടുക, സ്റ്റില്ലൊക്കെ ആണെങ്കിലും കഴുകി വരണം, ഒന്നും ഒരു സാധ്യതയില്ല. നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില കളറൊന്നും കണ്ടാൽ ചില കളർ നമുക്ക് പിടികിട്ടുകയില്ല. അപ്പം നമുക്ക് ഈ കളർ ഏതാണ് ഒരു പിടിയില്ല. അവസാനം നമ്മൾ ചിലപ്പോൾ എഴുതും മൈ മുണ്ട് കര, എൻ്റെ മുണ്ടിൻ്റെ കരയെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എന്നാ പറയണ്ട, അന്നത്തെ കാലത്തൊരു ഈ ട്രാക്ക് പോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫൈനലൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഫൈനൽ, അതായത് പിക്ചറും പോസ്റ്റിംഗ് കൂടെ രണ്ടിതാക്കിയിട്ട് നേരെ ലാബിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ് പിന്നെ പ്രിന്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു ഫർലോങ് ഉണ്ട് ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. ഈ അസിസ്റ്റൻ്റായിട്ട് നമ്മൾ തേർഡ് അസിസ്റ്റൻ്റൊക്കെയാണ്. ഒരു രാജ്യം കീഴടക്കിയ സന്തോഷത്തോടെ ആ റൂമിലോട്ട് നടന്നു വന്നിട്ട് കമ്പനി കൊടുന്നാണ് 3-4 പേരൊക്കെ പറ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്കൂളിൽ പഠിച്ച ആനുവൽ ഡേ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥ പണിയെടുത്ത് പിന്നെ അവസാനം അത്